അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആഡ്? പൊളിയല്ലേ? ഈ ഫുൾ ആഡ് നമ്മൾ ചെയ്തേക്കുന്നത് എൻ്റെ വീട്ടിൽ ലിമിറ്റഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CFL, 2 ചാർട്ട്, ഒരു ഗ്രീൻ സ്ക്രീന്, പിന്നെ ഒരു ചൂലിൻ്റെ കമ്പ്, ഇത്ര വെച്ച് മാത്രമാണ് നമ്മൾ ഈ ആഡ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ആഡിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. എങ്ങനെ ഞാൻ എടുത്തു എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഹലോ എവരിവൺ, ഐ ആം എബിൻ ഫിലിപ്പ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യത്തെ ഷോട്ട് വെച്ച് തുടങ്ങാം. ആദ്യത്തെ ഷോട്ട് ഈ കാണുന്നത് സ്റ്റോപ്പ് മോഷൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ എടുത്തതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ നമ്മുടെ ടേബിൾ ടോപ്പിൽ ഒരു യെല്ലോ ചാർട്ട് വിരിച്ചിട്ട് അതിൽ ചോക്കോസിൻ്റെ, ഇതാണ് നമ്മുടെ ചോക്കോസിൻ്റെ ഓരോ പീസസ് എടുത്ത് അലൈൻ ചെയ്ത് ഒരു ഫോട്ടോ എടുത്തു, 2 ഫോട്ടോ എടുത്തു, 3 ഫോട്ടോ എടുത്തു, അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് അതിന് സ്റ്റോപ്പ് മോഷനായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഷോട്ട്. ഓക്കെ, ഇതിൽ ഒരു CFL ആണ് ഉപയോഗിച്ചേക്കുന്നത്. അത് നമ്മുടെ ക്രിസ്മസിൻ്റെ സ്റ്റാറിനകത്ത് ഇടുന്ന വയർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടാണ് നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എക്യുപ്മെൻറ്റ്സ് ഇല്ലാത്തതെന്ന് വെച്ചാൽ എല്ലാ എക്യുപ്മെൻറ്റ്സും എൻ്റെ PGയിലാണ്, കൊച്ചിയിൽ കിടക്കുവാണ്. ലോക്ക്ഡൗൺ ആയിട്ട് ഇവിടെ കുടുങ്ങിയോണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ഒരു എക്യുപ്മെൻറ്റ്സും ഇല്ല. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത് ലിമിറ്റഡ് എക്യുപ്മെൻറ്റ്സ് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചെടുത്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഇത് ഡാനിയൽ ഷിഫർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് യൂട്യൂബർ ഉണ്ട്. പുള്ളി ചെയ്ത് വെച്ച് ഇൻസ്പയർ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ചെയ്തേക്കുന്നത് ഇതേപോലെ തന്നെയാണ്. അപ്പോൾ പുള്ളി ചെയ്തത് ഫുൾ എക്യുപ്മെൻറ്റ്സ് വെച്ചാണെങ്കിൽ നമ്മൾ ലിമിറ്റഡ് എക്യുപ്മെൻറ്റ്സ് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഷോട്ട് നമ്മൾ സ്റ്റോപ്പ് മോഷൻ ആയിരുന്നു. ഇനി രണ്ടാമത്തെ ഷോട്ട് ഇതാണ്. അപ്പോൾ രണ്ടാമത്തെ ഷോട്ടിൽ ഞാൻ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് മോഷൻ തന്നെയാണ്. പക്ഷേ ഡാനിയൽ ഷിഫർ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോക്കോസിൻ്റെ താഴെ ഒരു ഹോൾ ഇട്ടിട്ട് അവിടെ ഒരു ചെറിയൊരു സ്ക്രൂ വെച്ചിട്ട് അതിനെ പിന്നെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പുള്ളി അത് എടുത്തേക്കുന്നത്. പക്ഷേ നമ്മുടെ റൊട്ടേറ്റ് ചെയ്യാനോ നമ്മുടെ സ്ക്രൂ വെക്കാനോ അത് ആ ടേബിളിൽ സ്ക്രൂ പിടിപ്പിക്കാനുള്ള സംഗതിയൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ജസ്റ്റ് ഇതേപോലെ തന്നെ സ്റ്റോപ്പ് മോഷൻ എടുത്തു. ഇങ്ങനെയാണ് ഞാൻ ആ സ്റ്റോപ്പ് മോഷൻ എടുത്തേക്കുന്നത്. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ A7 III ക്യാമറയാണ്. അപ്പോൾ അതിനെ ഞാൻ എൻ്റെ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് എൻ്റെ വൈഫൈ റിമോട്ടായിട്ട് ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മൊബൈലിൽ തന്നെ ഫുൾ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചോക്കോസിൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു യെല്ലോ ചാർട്ടാണ് ഞാൻ ഫിക്സ് ചെയ്തേക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന കളറായതുകൊണ്ട് യെല്ലോ തന്നെ എടുത്തു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി പോപ്പപ്പ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ചോക്കോസിൻ്റെ പുറകിൽ ഒരു ചെറിയ ലൈറ്റ് വേണമായിരുന്നു. അപ്പോൾ വേറെ ലൈറ്റൊന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള നമ്മുടെ ഫോൺ ആയതുകൊണ്ട് നമ്മുടെ ഫോണിലെ ടോർച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ പുറകെ വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് കിട്ടി, സെപ്പറേഷൻ പറ്റി നമ്മുടെ പ്രോഡക്റ്റും ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ. ഓക്കെ, പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ CFL ഓൺ ചെയ്ത് വെച്ചു. പിന്നെ സ്പില്ല് പോവാതിരിക്കാൻ വേണ്ടി, ലൈറ്റ് സ്പില്ലാവാതിരിക്കാൻ വേണ്ടി ചെറിയ ഒരു ബ്ലാക്ക് ക്ലോത്ത് എടുത്ത് തന്നെ കവർ ചെയ്തു. ഓക്കെ, പിന്നെ ലാപ്ടോപ്പിലോട്ട് കണക്ട് ചെയ്തിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ മോഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ എന്താണ് പറയുന്നത് സ്റ്റോപ്പ് മോഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഷോട്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഷോട്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഷോട്ടാണ്. ഇത് നമ്മുടെ ജസ്റ്റ് ചോക്കോസ് തുറക്കുന്നതായിട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ ഞാൻ അത് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്ന അവിടെ കൊണ്ട് ഞാൻ മാസ്ക് ചെയ്തു. അതിന് നമ്മൾ പ്രീമിയർ പ്രോയിൽ ഇട്ടിട്ട് അതിനെ മാസ്ക് ചെയ്തു. ആ ആവശ്യമില്ലാത്ത ഭാഗം മാസ്ക് ചെയ്തിട്ട് എക്സാക്ട്ലി ഇതിന് സെൻറ്ററിൽ കൊണ്ടുവച്ചിട്ട് ആ മാസ്ക് എടുത്ത് തന്നെ മേളിലെ ലെയറിലെടുത്ത് വെച്ചു. അപ്പോൾ ഒരു കാര്യം, ഞാൻ ഈ ചെയ്തേക്കുന്നത് കുറച്ച് അഡ്വാൻസ് ലെവൽ ഓഫ് എഡിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ നല്ല ആധികാരികമായിട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ തേർഡ് ഷോട്ടായിരുന്നു മാസ്കിങ് വെച്ചിട്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നാലാമത്തെ നമ്മുടെ ഷോട്ടാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ടൈം ടേക്കിങ്ങും ഇച്ചിരി ഹാർഡായിട്ടുള്ളൊരു ഷോട്ടും. ഡാനിയൽ ഷിഫർ ചെയ്തേക്കുന്നത് വെച്ചാൽ ഗ്രീൻ സ്ക്രീനിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മളും ഗ്രീൻ സ്ക്രീനിൽ വെച്ച് തന്നെ ചെയ്തു. ഗ്രീൻ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ഒരു ഗ്രീൻ ക്ലോത്ത് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഭിത്തിയിൽ ഘടിപ്പിച്ചു. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചോക്കോസ് ഉണ്ടല്ലോ അതിൻ്റെ പുറകിൽ ഒരു ചൂലുണ്ടല്ലോ, ചൂലിൻ്റെ കമ്പ് പൊട്ടി കിടക്കുമായിരുന്നു. നോർമൽ ഒരു കമ്പ് നിങ്ങൾക്ക് എടുക്കാം. അതിനെ പിന്നെ ഇതിൻ്റെ പുറകിൽ ഞാൻ മാസ്കിംഗ് ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്തു. പുള്ളി ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റിൻ്റെ ഏതിൻ്റെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതിനകത്ത് ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. നമ്മൾ വീട്ടിൽ എക്യുപ്മെൻറ്റ്സ് ഇല്ലെന്നറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ ലാവിഷായിട്ട് ചൂലിൻ്റെ കമ്പ് അങ്ങോട്ട് എടുത്ത് വെച്ചു. ഗ്രീൻ സ്ക്രീനിൽ അതിനെ ട്വിസ്റ്റ് ചെയ്തു. ഈ കാണുന്ന മാതിരി ചെറിയ രീതിയിൽ ട്വിസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ഗ്രീൻ സ്ക്രീനിൽ ക്രോമ കീ ഉപയോഗിച്ച് അതിനെ മാറ്റി ഇതേപോലെ ആക്കി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചോക്കോസിൻ്റെ ഈ യെല്ലോ കളറും നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ കളറും കുറച്ച് സെയിം
കളർ റേഞ്ചിൽ വരുന്നതായതുകൊണ്ട് നമ്മൾ ഗ്രീൻ സ്ക്രീൻ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് നമ്മുടെ ഇതിൻ്റെ കളറും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടും എന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് എടുക്കാൻ വയ്യാത്തതുകൊണ്ടും തന്നെ ഞാൻ ചെയ്ത് ഇതിനെയും മാസ്ക് ചെയ്തെടുത്തു. മാസ്ക് ചെയ്ത് നല്ല ടൈം എടുത്ത് തന്നെ മാസ്ക് ചെയ്യേണ്ടി വന്നു. എന്താ ചെറിയ മോഷൻസ് ഉണ്ടായതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് ഓരോ കീ പോയിൻറ്റ്സ് ഫ്രെയിം ബൈ ഫ്രെയിം മാസ്ക് ചെയ്തുകൊണ്ട് വന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ നാലാമത്തേൽ ഫസ്റ്റ് മെത്തേഡ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോക്കോസ് പൊങ്ങി വരുന്നൊരു ഷോട്ടാണ്. അപ്പോൾ അതിനെ ഗ്രീൻ സ്ക്രീനിൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ട് ഞാനൊരു അടുത്ത് ഇരുന്നിട്ട് പൊങ്ങി എറിഞ്ഞതാണ്. അതിനെ ഇവനെ ക്യാപ്ചർ ചെയ്ത് ഗ്രീൻ സ്ക്രീനിൽ ബാക്കി ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തത്. അത് രണ്ടും സെപ്പറേറ്റായി എടുത്തിട്ട് രണ്ടിനെയും പിന്നെ ഓവർലേ ചെയ്തു. ഓരോ ലെയറിൻ്റെ മുകളിൽ രണ്ടും ഓവർലേ ചെയ്തിട്ട് പിന്നെ രണ്ടിനെ അനിമേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ കുറച്ച് പേർക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ഇൻ്റർമീഡിയറ്റ് ടു അഡ്വാൻസ് ലെവൽ ഓഫ് എഡിറ്റിങ്ങിൽ വരും ഇത്. അപ്പോൾ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിക്കാം. നമ്മൾ പുതിയൊരു വീഡിയോ അതിനെപ്പറ്റി നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡബിൾ ലെയർ ക്രോമാക്കി ചെയ്ത് അതിനെ പിന്നെ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് അതിൻ്റെ പുറകിലിട്ടിട്ടാണ് നമ്മൾ നമ്മുടെ നാലാമത്തെ ഷോട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ ടൈം ടേക്ക് ചെയ്ത് എടുത്ത ഷോട്ട്. അപ്പോൾ നാലാമത്തെ ഷോട്ടും കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോക്കോസ് തുറന്നിട്ട് ഈ മേളത്തെ കാർഡ്ബോർഡ് ഉണ്ടല്ലോ അത് സ്റ്റക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കീറി കളഞ്ഞിട്ട് നമ്മൾ നോർമലി നമ്മൾ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഫിക്സ് ചെയ്തു, പുറകിൽ ചാർട്ട് ഒട്ടിച്ച് തന്നെ. എന്നിട്ട് നമ്മൾ പോർ ചെയ്തു. അതെടുത്തേക്കുന്ന 120 FPS സ്ലോ മോഷനിൽ. A7 S3 സ്ലോ മോഷൻ എന്ന് പറഞ്ഞൊരു മോഡ് തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് വെച്ച് തന്നെ എടുത്തു. 120 FPS ഫ്രെയിം പെർ സെക്കൻഡ് ഇട്ടിട്ട് അതിലെടുത്തു. പിന്നെ അതിനെ ചെറുതായിട്ടൊന്ന് അനിമേറ്റ് ചെയ്തു നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ. ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്തു. അടുത്ത ഷോട്ടും സെയിം നമ്മുടെ ഒരു ടോപ്പ് മൗണ്ട് ഷോട്ടാണ്. അതിൽ നമ്മൾ ചോക്കോസ് പ്ലേറ്റിലോട്ട് വീഴുന്നൊരു ഷോട്ടാണ്. അതൊരു സ്റ്റഡി ഷോട്ടായിരുന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അതിനൊരു ചെറുതായിട്ട് അനിമേറ്റ് ചെയ്ത് അതിനൊരു ചെറിയ മൂവ്മെൻറ്റ് കൊടുത്തു. അടുത്ത ഷോട്ട്സ് എല്ലാം ക്ലോസപ്സ് ആയിരുന്നു. നമ്മുടെ ചോക്കോസ് എങ്ങനെ പാലെങ്ങനെ അതിനകത്ത് ഒഴിക്കുമ്പോൾ അവരുടെ മൂവ്മെൻറ്റ്, പിന്നെ ആ ചോക്കോസിനോട് ക്രേവിങ് തോന്നാൻ വേണ്ടിയുള്ള കുറച്ച് ഷോട്ട്സാണ്. നമ്മുടെ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയലാണ്, അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതിനോട് ക്രേവിങ് തോന്നാൻ പറ്റിയ കുറച്ച് ഷോട്ട്സാണ് അടുത്ത് എടുത്തേക്കുന്നത്. കുറച്ച് ഫില്ലർ ഷോട്ട്സ്, ക്ലോസപ്പ് ഷോട്ട്സ്, പാലൊഴിക്കുമ്പോൾ അതിനകത്ത് വരുന്നതും അങ്ങനെയുള്ള കുറച്ച് ഷോട്ട്സ് എടുത്തു. പിന്നെ ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് ഒരു ഷോർട്ട് ആഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ 10 സെക്കൻഡിൽ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ 3, 4, 5 ദിവസം എടുക്കേണ്ടി വന്നു. പക്ഷേ ആ ഫുള്ള് പ്രോസസ്സ് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് തന്നെ ഞാൻ ചെയ്തു. ആ ഒരു ലിമിറ്റഡ് എമൗണ്ട് റിസോഴ്സ് വെച്ച് തന്നെ നമ്മൾ ആ ഫുൾ ആഡ് നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇതേപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലെറ്റ് മീ നോ. ഐ പേഴ്സണലി ലൈക്ഡ് ഇറ്റ് എ ലോട്ട്. അപ്പോൾ ഡാനിയൽ ഷിഫേഴ്സിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ആൻഡ് താങ്ക് യു. ഇതേപോലൊരു പുതിയൊരു കാര്യം ഞാൻ കണ്ടപ്പോൾ ഡാനിയൽ ഷിഫർ അന്ന് ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് അതേപോലെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ചോക്കോസ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ് ചോക്കോസ് കണ്ടത്. അപ്പോൾ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ട്രൈ ചെയ്തു, നിങ്ങളുടെ മുന്നിൽ ഇതാ വന്നു. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു. ഇതേപോലെ നമുക്കിനിയും അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ലോക്ക്ഡൗൺ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഫിൽം മേക്കിംഗ് റിലേറ്റഡും എഡിറ്റിംഗ് റിലേറ്റഡും ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും, എനിക്കും എൻ്റെ ഫിൽം മേക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് സോ ഡു ലൈക്ക് ദിസ് വീഡിയോ, കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഐ ആം എബിൻ സൈനിങ് ഓഫ്.